إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. മരണമെന്നത് അത് യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഓരോ ആളുകളും ഒരു ദിവസം മരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല, അതിലാർക്കും തർക്കമില്ല. നമ്മുടെ കൂടെ നടന്നവർ, തോളോട് തോൾ ചേർന്ന് നമ്മുടെ സ്വപ്പിൽ അണിയായിരുന്ന ആളുകൾ, അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിൽ ഖബറിലാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എത്രയോ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, അവരെല്ലാം ഇന്ന് ബർസഖിയായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് ഖാൻ, നമ്മുടെ പള്ളിയുമായി അങ്ങേയറ്റം ബന്ധമുണ്ടായിരുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി ആക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ, നമ്മുടെ ഉറ്റ ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, അവരെല്ലാം നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസാബ അഹദകും മുസീബത്തുൻ, നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല മുസീബത്തും പിടിപെട്ടാൽ, മുസീബത്ത് എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെടുക, നമ്മുടെ ഉറ്റയാളുകൾ അവർ നമ്മിൽ നിന്നും വേർപിരിയുക, അതൊരു മുസീബത്ത് തന്നെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫലിയസ്കുർ മുസീബതഹു ബി, അങ്ങനെ ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അവൻ എന്റെ വിയോഗത്തിലൂടെ ഈ ഉമ്മത്തിനുണ്ടായ മുസീബത്തിനെ കുറിച്ച് അവൻ ഓർത്തുകൊള്ളട്ടെ. എന്നിട്ട് പറയുകയാണ്, ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗത്തെക്കാൾ വലിയൊരു മുസീബത്ത് ഈ ഉമ്മത്തിനെ ബാധിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ബാധിക്കുന്ന വിപത്തുകൾ, അതിനെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് നാം അതിനെ തുലനം ചെയ്യുകയാണെങ്കിൽ നമ്മെ ബാധിച്ച വിപത്തുകൾ അതെത്രയോ നമുക്ക് നിസ്സാരമായി തീരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടായത്. എത്രയോ പിഴച്ച കക്ഷികൾ ഈ ഉമ്മത്തിൽ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ ഒട്ടനവധി ഭിന്നതകളും ഛിദ്രതകളുമെല്ലാം ഉടലെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിയോഗത്തെക്കുറിച്ച് നാം ആലോചിക്കുക. നമ്മുടെ ഉമ്മത്തിന് വന്നിട്ടുള്ള വിപത്ത്, അതിന്റെ ആഴം നാം ഒന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മെ ബാധിച്ചിട്ടുള്ള വിപത്ത് അത് നിസ്സാരമായി തീരുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന് വേണ്ടി 13 കൊല്ലം സേവനമനുഷ്ഠിച്ച സഹാബിയാണ്.
അദ്ദേഹം പറയുകയാണ് لما كان اليوم الذي دخل النبي صلى الله عليه وسلم فيه المدينة أضاء منها كل شيء رسول الله صلى الله عليه وسلم മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമാവുകയാണ്. فلما كان اليوم الذي مات فيه എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയ ദിവസം, അവിടുന്ന് മരണപ്പെട്ട ദിവസം അദ്ലമ മിൻഹാ കുല്ല ഷൈ, ആ മദീന മുഴുവൻ അത് ഇരുട്ടിലാവുകയാണ്. ഇത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. സഹാബികളെക്കാൾ റസൂലിനെ സ്നേഹിച്ച, അവിടുന്ന് റസൂലിനെ ഇഷ്ടപ്പെട്ട മറ്റാരും ഉണ്ടാവുകയില്ല. യുദ്ധത്തിന്റെ രണഭൂമിയിൽ അമ്പുകളും വെട്ടുകളുമെല്ലാം റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് വരാതെ അതിനെ പരിചയായി സ്വീകരിച്ച സഹാബികൾ, അവർക്ക് റസൂലിന്റെ വിയോഗം അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ചര്യയാണ്. ഈ ലോകത്ത് ജനിച്ചവരെല്ലാം മരണപ്പെടുമെന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞില്ലേ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, റസൂലേ തീർച്ചയായും നീ മരിക്കുന്നവനാണ്, അതുപോലെ ആ മുശ്രിക്കുകളായ ആളുകൾ അവരും മരിക്കുന്നവരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തെ പുൽകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരണം ഒരാളെ ഈ ദുനിയാവിൽ ബാക്കി വെക്കുമായിരുന്നുവെങ്കിൽ അതിലേറ്റവും അർഹനായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു കവി പറഞ്ഞതായി കാണാം, അൽ മൗതു ലാ വലദൻ യുബ്ഖി ലാ വാലിദൻ യുബ്ഖി വലാ വലദ വലാ സഗീറൻ വലാ ശൈഖൻ വലാ അഹദ. മരണമെന്നത് ഒരാളെയും ബാക്കിയാക്കുന്നില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ പ്രായമുള്ളവനെന്നോ വ്യത്യാസമില്ലാതെ, ഉപ്പയെന്നോ മകനെന്നോ വ്യത്യാസമില്ലാതെ ഒരാളെയും മരണം ബാക്കിയാക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അള്ളാഹു ഈ ഉമ്മത്തിൽ എന്നെന്നും ജീവിക്കുന്നവനായി അദ്ദേഹത്തെ നിലനിർത്തിയിട്ടില്ല. മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരാളെയും അള്ളാഹു ഇതേപോലെ ശാശ്വതനായി നിലനിർത്തിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ശാശ്വത ജീവിതത്വം നൽകുമായിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ബാക്കിയാകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലിൽ മൗതി ഫീനാ സിഹാമുൻ ഗൈറു മുഖ്തിഅത്തിൻ മൻ ഫാതഹു യൗമ സഹ്മുൻ ലം യഫുത്ഹു ഗദ. മരണത്തിന്റെ അമ്പ് അത് ഇന്നൊരാളിലേക്ക് തറയ്ക്കുകയാണെങ്കിൽ നാളെ അടുത്തയാളിലേക്ക് അത് ബാധിക്കുന്നതാണ്. ആ മരണത്തിന്റെ അമ്പ് അത് എല്ലാവരിലേക്കും ഒരു ദിവസം അത് തറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണം എന്നത് യാഥാർത്ഥ്യമാണ്, അതെല്ലാവരിലേക്കും സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നാം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമാണിത്. മരണമെന്നത് അത് യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തുള്ള ജനിച്ചു വീണ എല്ലാവരും ആ മരണം പുൽകേണ്ടി വരും. അതുപോലെ നാം രണ്ടാമതായി ഓർക്കേണ്ട ചില കാര്യമുണ്ട്. നമ്മുടെ അടുത്ത ആളുകൾ അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിരിച്ചെടുത്തു എന്നത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, പിഞ്ചുമക്കൾ, ഇവരെല്ലാം ചിലപ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് മരണപ്പെട്ടേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി നിലയുറപ്പിക്കാൻ നമുക്കേവർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മനുഷ്യരെ അല്ലാഹു ഒരു ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ആ ബീജത്തെ ഒരു ഭ്രൂണമാക്കി അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ മനുഷ്യനായി അവനെ സൃഷ്ടിക്കുകയും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ثم إنكم بعد ذلك لميتون. പിന്നീട് നിങ്ങൾ തീർച്ചയായും അതിനുശേഷം മരിക്കുന്നതാണ്. ثم إنكم يوم القيامة تبعثون. അങ്ങനെ ഖിയാമത്ത് നാളിൽ പിന്നീട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മരണപ്പെട്ട ആളുകൾ അവരുടെ ബന്ധുക്കളെ അവരെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നാം പറയാറുള്ളൊരു പ്രാർത്ഥനയാണ്, ഇന്ന ലില്ലാഹി മാ അഖദ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു എടുത്തത് അത് അവന്റേതാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റേതാണ്, അവർ അള്ളാഹുവിന്റെ അധീനത്തിലുള്ളതാണ്. വലഹു മാ അഅത. നിനക്ക് നൽകിയതെല്ലാം അത് അള്ളാഹുവിന്റേത് തന്നെയാണ്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. എല്ലാ വസ്തുവിനും
അള്ളാഹുവിന്റെ അടുത്ത് ഒരു നിശ്ചിത അവധിയുണ്ട്. അതുകൊണ്ട് നീ ക്ഷമിക്കുക, നിന്നെ ബാധിച്ചിട്ടുള്ള ഈ വിപത്തിൽ നീ ക്ഷമ അവലംബിക്കുക. നീ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിക്കുക. ഇതാണ് നാം മരണപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളെ നാം സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾ ഇതാണ്. അതുകൊണ്ട് അള്ളാഹു അവൻ തിരിച്ചെടുത്തത് അത് അള്ളാഹുവിൻ്റെതാണ് എന്ന ബോധം, എന്ന തിരിച്ചറിവ് നമ്മിൽ ഉണ്ടായിരിക്കുക. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മരണം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം എപ്പോഴാണ് മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക എന്നൊന്നും നമുക്ക് മുൻകൂട്ടി അറിയുകയില്ല. ഒരാളുടെ ആയുസിന്റെ അവധി എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അവനൊരു സെക്കൻഡ് പോലും അവന് നീട്ടി നൽകുന്നില്ല. ഫഇദാ ജാഅ അജലുഹാ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു വ്യക്തിയുടെ ആയുസിന്റെ അവധി എത്തിയാൽ അള്ളാഹു അവനത് നീട്ടിക്കൊടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് മരണത്തിനു വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട്. അതിന് യുവത്വമെന്നോ ആരോഗ്യമെന്നോ അതുപോലെ തന്നെ കാലവും സമയവും ഒന്നും ആ മരണത്തിന് തടസ്സമല്ല. ഒരു കവി പറഞ്ഞതായി കാണാം, നീ തഖ്വ എന്ന് പറയുന്ന പാതയം അത് നീ ഒരുക്കിക്കൊള്ളുക. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. കാരണം എന്താണ്, രാത്രിയായാൽ നേരം ഇരുട്ടായാൽ സുബഹി വരെ നേരം പുലരുവോളം നീ ജീവിക്കുമെന്ന് നിനക്കൊരു ഉറപ്പുമില്ല. എത്ര യുവാക്കളാണ് അവർ രാവിലെയും വൈകുന്നേരവും അവർ ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. പക്ഷേ അവനുള്ള കഫൻ പുടവ തയ്യാറാക്കി വെക്കപ്പെട്ട കാര്യം അവൻ അറിയുന്നില്ല. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നും അശ്രദ്ധരായിക്കൊണ്ട് ഈ ദീനിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ കളിതമാശയിൽ നടക്കുന്ന എത്ര യുവാക്കളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എന്നിട്ട് പറയുകയാണ്, എത്രയോ ചെറിയ കുഞ്ഞുങ്ങൾ നീണ്ടകാലം ജീവിക്കണമെന്ന മോഹവുമായി ഈ ദുനിയാവിലേക്ക് പിറന്നു വീണ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ശരീരത്തെ ഖബറിന്റെ ഇരുട്ടറയിലേക്ക് നാം പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അഥവാ അവരെ നാം മറമാടിയിട്ടുണ്ട്. എത്രയെത്ര മണവാളന്മാരാണ്, എത്രയെത്ര മണവാട്ടികളാണ് അവരുടെ ഇണകൾക്ക് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുന്ന അവരുടെ വധുവിധു ദിനത്തിൽ അവരുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചത്. എത്രയെത്ര ആരോഗ്യദൃഢരാണ് ഒരു രോഗവുമില്ലാതെ മരണപ്പെട്ടത്. എത്രയെത്ര രോഗികളാണ് മരണക്കിടക്കയിൽ രോഗശയ്യയിൽ കാലങ്ങളോളം കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് രോഗമോ ആരോഗ്യവും സമയവും യുവത്വവും ഒന്നുമല്ല മരണത്തിന്റെ മാനദണ്ഡം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് എന്നാണോ അവന്റെ അവധി നിശ്ചയിക്കുന്നത് ആ സമയത്ത് അവന്റെ മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ പിടിക്കുന്നതാണ് എന്ന ചിന്തകളാണ് ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നാം ധാരാളമായി ഓർക്കുക. അതുകൊണ്ടാണ് സഹാബികൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ പറയാറുണ്ട്, നിനക്കൊരു ഉപദേശകനായി അത് മരണം തന്നെ മതിയായതാണ്. ഒരു ഉപദേശകനായി ധാരാളം ക്ലാസുകൾ കേൾക്കണമെന്നില്ല, ധാരാളം കിതാബുകൾ വായിക്കണമെന്നില്ല. ഒരു മരണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നിന്റെ ബന്ധുമിത്രാദികൾ, നിന്റെ വീട്ടിലുള്ള ആളുകൾ അവരുടെ മരണത്തെക്കുറിച്ച് നീയൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, നിന്റെ മരണത്തെക്കുറിച്ച് നീയൊന്ന് ആലോചിക്കുകയാണെങ്കിൽ നിനക്ക് ഉപദേശകനായി അത് തന്നെ മതിയായതാണെന്ന് സഹാബികൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം. മഹാനായ വഹ്ബ് ബിൻ മുനബ്ബിഹ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അദ്ദേഹം പറഞ്ഞു, അക്സിർ മിൻ ദിക്രിൽ മൗത്ത്, നീ മരണത്തെ ധാരാളമായി ഓർക്കുക. വഖ്സിർ അമലക, അതുപോലെ ദുനിയാവിനോടുള്ള നിന്റെ ആഗ്രഹം, അതിനോടുള്ള നിന്റെ ആർത്തി അത് നീ കുറയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങളും നീ ചെയ്യുകയാണെങ്കിൽ നിനക്കത് ഉപകാരപ്പെടുമെന്ന് അദ്ദേഹത്തോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക. ആ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്, ജീവിതത്തിൽ അള്ളാഹുമായി നമുക്ക് അടുക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നാം പ്രധാനമായും തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് 3 ഘട്ടങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ദാറുദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതമാണ്. രണ്ടാമത്തേത് ദാറുൽ ബർസഖ്, അവന്റെ ഖബറിലെ ജീവിതമാണ്. മൂന്നാമത്തേത് ദാറുൽ ആഖിറ, പരലോകത്തുള്ള ജീവിതമാണ്. അവിടെ ഒന്നുകിൽ സ്വർഗമോ അതല്ലെങ്കിൽ നരകമോ ആയിരിക്കും അവന്റെ പാർപ്പിടം. ഈ 3 ഘട്ടങ്ങളിലൂടെയും എല്ലാ മനുഷ്യരും ഈ 3 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ്. ഇതിലേറ്റവും ചുരുങ്ങിയ കാലം
ആ കാലത്താണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് മരണമെന്ന് പറയുന്നത്. ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. നീണ്ടകാലം അറ്റമില്ലാത്ത സ്വർഗീയ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ആയുസ്സിനെ നാം മാറ്റിവെക്കുക. അതാണ് യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ ലക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ സഹാബികൾ ചോദിച്ചില്ലേ, റസൂലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, മരണത്തെ ധാരാളമായി ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് മുൻപും ഒരുപാട് ആളുകൾ ഈ ദുനിയാവിൽ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിന്റെ കളിയിലും അതിന്റെ തമാശയിലുമായി അള്ളാഹുവെ കുറിച്ച് ബോധമില്ലാതെ ലക്ഷ്യമില്ലാതെ ജീവിച്ചു പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ ഈ ഭൂമിക്ക് മുകളിൽ നാം ഇന്ന് വസിക്കുന്നുണ്ട്. ഈ ഭൂമിക്കടിയിലാണ് കുറെ ആളുകളുള്ളത്. ഈ ഭൂമിക്ക് മുകളിൽ വസിക്കുന്നതിനേക്കാൾ ഈ ഭൂമിക്കടിയിൽ മണ്ണറയിൽ എത്രയോ ആളുകൾ അവരവിടെ വസിക്കുന്നുണ്ട്. അവരവരുടെ ബർസഖീ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ സുഖമുണ്ട്, അവിടെ ദുഃഖമുണ്ട്, അവിടെ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ട്, അല്ലാഹുവിന്റെ സൗഖ്യമുണ്ട്. അവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വ്യക്തി, ഖബറിൽ കിടക്കുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം നിങ്ങളെല്ലാവരും നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് നമസ്കാരം അത് തന്റെ അമലിൽ, തന്റെ സൽക്കർമ്മങ്ങളിൽ ഒന്നധികമായി വർദ്ധിപ്പിച്ചിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അദ്ദേഹം അത് ഇഷ്ടപ്പെടുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്. അതുകൊണ്ട് ഒരു ചെറിയ സൽക്കർമ്മവും നാം നിസ്സാരമായി കാണരുത്. ഒരു തസ്ബീഹായിരിക്കാം അള്ളാഹുവിന്റെ മക്കൾ നമ്മെ രക്ഷപ്പെടുത്തുന്നത്. തസ്ബീഹുകളും തഹ്മീദുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക. ഒരു ഖുർആൻ പാരായണമായിരിക്കാം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെ രക്ഷിക്കുന്ന സൽക്കർമ്മമായി നമ്മുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ ദിവസവും സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും എല്ലാ സൽക്കർമ്മങ്ങളും അത് നന്നായി ചെയ്യുകയും ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കുകയും ചെയ്യുക. ഈ ദുനിയാവിലെ യാത്ര അത് വളരെ ചെറുതാണെന്ന ബോധ്യം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മെ ഈ പിശാച് ഈ ദുനിയാവിന്റെ അശ്രദ്ധയിൽ നമ്മെ ആഴ്ത്തിക്കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽഹാകുമുത് തകാസുർ, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ തറവാടുകളും അങ്ങനെ നിങ്ങൾ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടെല്ലാം പെരുമ നടിച്ച് നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് അശ്രദ്ധരായിരിക്കുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, അഥവാ നിങ്ങൾ മരിച്ച് മറമാറപ്പെടുന്നത് വരെ നിങ്ങൾ അശ്രദ്ധയിലാണ്, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധയിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില, പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ ദുനിയാവിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീല, അവർക്ക് ഒരു ഖിയാമത്ത്, ഒരു പരലോകത്തെ അവർ വിട്ടുകളയുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കാര്യമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നിന്നും റൂഹ് വേർപിരിയുക. അതാണ് മരണം എന്ന് പറയുന്നത്. റൂഹാകട്ടെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ റൂഹുണ്ട്. അതുകൊണ്ട് തന്നെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അതിന്റെ വേദന അത് അസഹ്യമായ വേദനയാണ്. മുൻഗാമികളായ ആളുകൾ അവരൊക്കെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞതായി കാണാം, ഒരു ഈർച്ചവാള് കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ വേദനയുണ്ടായിരിക്കും മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നാം പലരും മരണത്തെ നേരിൽ കണ്ട ആളുകളാണ്. മരണപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന് ചിലപ്പോൾ സംസാരിക്കാൻ കഴിയണമെന്നില്ല, അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചലിപ്പിക്കാൻ കഴിയണമെന്നില്ല, അദ്ദേഹത്തിന് എഴുന്നേറ്റ് ഇരിക്കണമെന്നുണ്ടാകും. പക്ഷെ അതിന് കഴിയുന്നില്ല. അത്രയും അശക്തരായി പോകുന്ന ഒരു രംഗമാണ് മരണത്തിന്റെ രംഗമെന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പല ആവർത്തിച്ച ഒരു വാചകമുണ്ട്. നാം എല്ലാവരും പലതവണ കേട്ടതായിരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ആ മരണത്തെ അവർ ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ള പ്രതിഫലം അതിന്റെ പൂർണ്ണമായ തോതിൽ നൽകപ്പെടുന്നത് അത് ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ചാണ്. എന്നിട്ട് പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി.
എന്നിട്ട് പറയുന്നു വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം എന്നത് അത് നമ്മളെ കബളിപ്പിക്കുന്ന, നമ്മെ വഞ്ചിപ്പിക്കുന്ന കേവലം ചില വിഭവങ്ങൾ മാത്രമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രയോ ആളുകളെ നാം കബറടക്കിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഇവരെയൊക്കെ കബറടക്കിയവരായിരിക്കും പലരും. എത്രയോ ജനാസകൾ നാം പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ കബറിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം ആലോചിക്കേണ്ടതുണ്ട്. അവർ ആ കബറിൽ മരണപ്പെട്ടത് മുതൽ അവരിലേക്ക് മലക്കുകൾ വരികയാണ്, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവർക്കവിടെ ഒന്നുകിൽ സമാധാനമാണ്, അതല്ലെങ്കിൽ അവർക്കവിടെ ശിക്ഷയാണ്. അങ്ങനെ കബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെയും അതല്ലെങ്കിൽ സ്വർഗത്തിന്റെയും കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അങ്ങനെ കബറിലെ ജീവിതത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികൾ അവർ കബറിലേക്ക് മരണപ്പെട്ട് കഴിഞ്ഞു. 3 ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ ശരീരങ്ങളെല്ലാം തീയൊലിക്കുകയാണ്, പുഴുക്കൾ വന്നരിക്കുകയാണ്, അവരുടെ മുഖം വികൃതമാവുകയാണ്, നമുക്ക് കാണാൻ പ്രയാസമാകുന്ന രൂപത്തിൽ അവരുടെ ശരീരമായി തീരുകയാണ്. നാം ഓരോരുത്തരും ആലോചിക്കുക, എന്റെ ശരീരവും ഇതേപോലെ ഒരു ദിവസം മണ്ണോട് മണ്ണ് ചേരേണ്ടതാണെന്ന ബോധ്യമാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മരണത്തിനു വേണ്ടി നാം നന്നായി തയ്യാറാവുക. മുൻകാല പ്രവാചകന്മാർ അവരുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ദാവൂദ് അലൈഹിസ്സലാം ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? ഈ സമയത്ത് മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, അന മൻ ലാ യഖാഫുൽ മുലൂക വലാ തംനഉ മിൻഹുൽ ഖുസൂർ വലാ യഖ്ബലുൽ റിശ്വ. എനിക്ക് രാജാക്കന്മാരെ ഭയമില്ല, അതുപോലെ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ല, അവിടെ യാതൊരു വിലക്കും എനിക്ക് ഏർപ്പെടുത്തുകയില്ല. വലാ യഖ്ബലുൽ റിശ്വ, ഞാനാകട്ടെ കൈക്കൂലി സ്വീകരിക്കുന്നവനല്ല. ഈ സന്ദർഭത്തിൽ ഈ വിശേഷണങ്ങളൊക്കെ കേട്ടപ്പോൾ മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിന് മനസ്സിലായി ഇത് മലക്കുൽ മൗത്താണെന്ന്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, ഫഇദൻ അൻത മലക്കുൽ മൗത്ത്, അങ്ങനെയാണെങ്കിൽ നീ മലക്കുൽ മൗത്താണ്. മലക്കുൽ മൗത്ത് പറഞ്ഞു, നഅം, അതെ. എന്നിട്ട് ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറാകുന്നതിന് മുമ്പ് നീ എന്നിലേക്ക് വന്നിരിക്കുകയാണോ? ആ സമയത്ത് മലക്കുൽ മൗത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, യാ ദാവൂദു ഐന ഫുലാനു ഖരീബുക, നിന്റെ കുടുംബക്കാർ അവരിന്നെവിടെയാണ്? വഅൈന ഫുലാനുൻ ജാറുക, നിന്റെ അയൽവാസിയായ ഇന്ന വ്യക്തി അവരിന്നെവിടെയാണ്? ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, മാത, അവരെല്ലാം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലക്കുൽ മൗത്ത് പറയുന്നു, അമാ കാന ലക ഫീ ഹൗലാഇ ഇബ്റത്തുൻ ലിതസ്തഇദ്, ഇവരൊക്കെ മരണപ്പെട്ട് യാത്രയായത് നിനക്ക് മരണത്തിന് വേണ്ടി തയ്യാറാകുവാനുള്ള ഒരു സമയമായിരുന്നില്ലേ? നിനക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാമായിരുന്നല്ലോ എന്ന് മലക്കുൽ മൗത്ത് ദാവൂദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമ്മുടെ അടുത്ത ആളുകൾ അവർ മരണപ്പെടുന്നത് അത് നമുക്കുള്ളൊരു പാഠമാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുകൊണ്ട് നാം ഓരോരുത്തരും. ഒരു കവി പറഞ്ഞതായി കാണാം, കാലവും ദിവസവും വർഷങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തെറ്റുകളാകട്ടെ തിന്മകളാകട്ടെ ധാരാളമായി സംഭവിക്കുന്നുണ്ട്. മരണത്തിന്റെ ദൂതൻ നിന്നിലേക്ക് പല നിലക്ക് വന്നിട്ടും നിന്റെ ഹൃദയം ഇപ്പോഴും അശ്രദ്ധയിലാണ്. അള്ളാഹുവെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ചിന്തയില്ലാതെ ദുനിയാവിന്റെ പണമുറപ്പിൽ അശ്രദ്ധയിലായിക്കൊണ്ടാണ് നിന്റെ ഹൃദയം ഇപ്പോഴും ഉള്ളതെന്ന് ഒരു കവി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് മരണത്തിന്റെ ദൂതൻ നമ്മിലേക്ക് പല നിലക്കും വന്നിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് മാറുക, നമ്മുടെ ജീവിതത്തെ നാം പരിവർത്തിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു ഖബറിനരികിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരിൽ മൂഹിശ, പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ വസിക്കുന്ന ആളുകളെ, വൽ മഹാലിൽ മുഗ്ഫിറ, അതുപോലെ വെള്ളമോ വിഭവങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ വസിക്കുന്ന ആളുകളെ, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സലാം എന്നിട്ട് പറയുകയാണ്, അൻതും ലനാ സലഫുൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുൻപേ മുൻകടന്നു പോയവരാണ്, വനഹ്നു ലകും തബഉൻ, ഞങ്ങൾ ഇതാ നിങ്ങളുടെ പിറകെയായിക്കൊണ്ട് ഞങ്ങളും വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഖബറാളികളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ അഹ്ലൽ ഖുബൂർ, അല്ലയോ ഖബറിൽ വസിക്കുന്ന ആളുകളെ, അമ്മ സൗജാതു ഫഖദ് നുകിഹത്,
നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകൾ അവർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ അവൾ ഇന്ന് വേറൊരു പുതിയ ആപ്പിളയുടെ മണിയറയിലെ ഉരിയനായിട്ടുണ്ട്. നിങ്ങൾ പടുത്തുയർത്തിയ നിങ്ങളുടെ ഭവനങ്ങൾ അത് മറ്റാളുകൾ ഇന്ന് അവിടെ താമസമാക്കിയിട്ടുണ്ട്, അത് വീതിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്താകട്ടെ അത് നിങ്ങളുടെ അനന്തരാവകാശികൾ അത് വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾ ഇവിടെ മരണപ്പെട്ടു പോയതിനു ശേഷം നിങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ഇതാണ്. എന്നാൽ നിങ്ങളുടെ വിശേഷം എന്താണ്? ഖബറിലുള്ള നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു തന്റെ സഹാബികളിലേക്ക്, തന്റെ അനുയായികളിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ഖബറാളികൾ അവരെങ്ങാനും സംസാരിക്കുമായിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, ഈ ഖബർ എന്ന വീട്ടിലേക്ക് നാം ഏറ്റവും അധികം ഒരുക്കേണ്ടത് തഖ്വ എന്ന് പറയുന്ന പാതേയമാണെന്ന് ഖബറിലുള്ള ആളുകൾ നമ്മളോട് തിരിച്ചു പറയുമായിരുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് നാം ഖബറിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. നാം ചെയ്തു വെച്ച നല്ല പ്രവർത്തനങ്ങൾ, നാം തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ, അതാണ് നമുക്ക് ഖബറിലേക്ക് ബാക്കിയായി ഉണ്ടാവുക. അതുകൊണ്ട് തഖ്വയുള്ള ജീവിതം പടുത്തുയർത്തുകയും നന്മകളുമായി സഹകരിക്കുകയും നന്മയുടെ താക്കോലുകളാവുകയും തിന്മയുടെ പൂട്ടുകളാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മരണമെന്നത് അത് നമുക്കുള്ള ഒരു ഉണർത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉണർത്തൽ. തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചു പോയവർ, വീഴ്ചകൾ വന്നുപോയവർ അവർ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ ഇനിയും അവർക്ക് മുമ്പിൽ അവസരമുണ്ട് എന്നതാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പ്രായമായി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 60 വയസ്സായി. ഈ സന്ദർഭത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, താങ്കൾ അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാറായിട്ടുണ്ട്. അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-നും 70-നും ഇടയിലാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ആ വ്യക്തി അദ്ദേഹം പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഫുദൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വിശദീകരണം എന്താണെന്ന് താങ്കൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അന ലില്ലാഹി അബ്ദുൻ വ ഇലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അവനിലേക്ക് മടക്കപ്പെടേണ്ടവനാണ്. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിന്റെ അർത്ഥമെന്ന് ആ വ്യക്തി പറയുകയുണ്ടായി. ഈ സമയത്ത് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, ഈ ഒരു അർത്ഥം ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന ബോധ്യം ഒരാൾക്കുണ്ടാകുമെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് നിൽക്കേണ്ടവനാണ്, അല്ലാഹുവിന്റെ ചോദ്യങ്ങൾ നേരിടേണ്ടവനാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉത്തരം തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹത്തോട് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മുമ്പിൽ ഇനി എന്താണ് മാർഗം? ഇനി എന്തുണ്ട് എനിക്ക് വഴി? എന്താണ് അതിന്റെ പരിഹാരം? ഫുദൈൽ ഇബ്നു ഇയാദ് പറഞ്ഞു, വളരെ എളുപ്പമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക്. നിനക്ക് ഇനി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ബാക്കി കാലമുണ്ടല്ലോ, ആ കാലത്ത് നീ നല്ലത് ചെയ്യുക, അല്ലാഹുവിന്റെ തൃപ്തിയിലായി നീ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തൗബതു തജുബ്ബു മാ ഖബ്ലഹാ. തൗബ അത് മുൻപുള്ള പാപങ്ങളെയെല്ലാം അത് തുടച്ചു നീക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
فإنك إن أسأت فيما بقي ഇനി ബാക്കിയുള്ള കാലവും നീ തിന്മയിലായി തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ മുൻപുള്ള കാലവും അതുപോലെ നിന്റെ ശേഷമുള്ള കാലവും ഈ തെറ്റുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പിടികൂടുന്നതാണെന്ന് അദ്ദേഹത്തോട് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപ് കഴിഞ്ഞ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് തിന്മകളോട് രാജിവെച്ച് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മുന്നേറുകയും മരണത്തെക്കുറിച്ച് ധാരാളമായി നാം ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ഹാദൽ മൗത ഖദ് അഫ്സദ അലാ അഹ്ലി നഈം നഈമഹും. എല്ലാ സുഖങ്ങളെയും മരണം എന്ന് പറയുന്നത് അത് ഫസാദാക്കിയിരിക്കുന്നു. അഥവാ മരണത്തെക്കുറിച്ച് ഓർത്താൽ പിന്നെ നമുക്കൊരു സുഖവുമില്ല. പിന്നെ സുഖിക്കാനുള്ള മാർഗം എന്താണ്, അതിനുള്ള വഴി എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഫത്ലുബൂ നഈമൻ ലാ മൗത ഫീഹാ. അതുകൊണ്ട് അറ്റമില്ലാത്ത മരണമില്ലാത്ത സുഖം അത് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. അഥവാ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. നാളെ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളുമായി നാം മുന്നേറുക. അവിടെ എത്തിയാലാണ് നമുക്ക് സുഖമുള്ളത്. പിന്നീട് നമുക്ക് വിഷമിക്കാനില്ല, അവിടെ മരണമില്ല എന്ന കാര്യമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. നാം കാണാത്ത നമ്മുടെ പിശാചുക്കൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ തടസ്സം നിൽക്കുന്ന, നമുക്ക് വിലങ്ങ് തടയായി നിൽക്കുന്ന മനുഷ്യ പിശാചുക്കൾ ഉണ്ടാകും. അവരെയെല്ലാം നാം തട്ടിമാറ്റി അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ നാം നന്നായി മുന്നേറേണ്ടതുണ്ട്. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക തമൂതു വഹ്ദക്, നീ മരിക്കുന്നത് ഒറ്റയ്ക്കാണ്. വതുബഅതു വഹ്ദക്, നീ നാളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അതും ഒറ്റയ്ക്കാണ്. വതുഹാസബു വഹ്ദക്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരുന്നതും നീ ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് യബ്ന ആദം, ലൗ അന്ന الناس كلهم اطاعوا الله وعصيت انت لم تنفعك طاعتهم. ജനങ്ങളെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്നുണ്ട്, ജനങ്ങളെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. നീ അല്ലാഹുവിനെ ധിക്കരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ മറ്റുള്ള ആളുകൾ നന്മ ചെയ്തു എന്നത് അത് നിനക്കൊരു നേട്ടവും അതുകൊണ്ട് ലഭിക്കുകയില്ല. അതുപോലെ ജനങ്ങളെല്ലാം തിന്മ ചെയ്യുന്നുണ്ട്, നീ നല്ല വ്യക്തിയായി ജീവിച്ചു എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന തിന്മകൾ അത് നിന്നെ ബാധിക്കുകയുമില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ തിന്മകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി നന്മകളിൽ മുന്നേറുകയും തിന്മകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നന്മകൾ ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്നത് എന്താണ്? ആളുകളൊന്നും അത് ചെയ്യുന്നില്ല എന്നുള്ള കാരണമാണ്. അതല്ലെങ്കിൽ തിന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ എന്ന ന്യായമാണ്. അതൊന്നുമല്ല നാം നോക്കേണ്ടത്. നമ്മുടെ ഖബറിലേക്ക് നന്മകളായി എത്തുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് മാത്രം ചെയ്യുകയും തിന്മകളായ മുഴുവൻ കാര്യങ്ങളും നാം ഒഴിവാക്കുകയും ചെയ്യുക. അത്തരത്തിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ആ മരണ ജീവിതത്തിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ നാം തയ്യാറാക്കി വെക്കുകയും ചെയ്യുക. അത്തരത്തിൽ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മുടെ കൂടെ നമസ്കരിച്ചവർ, നമ്മുടെ കൂടെ എല്ലാ സൽക്കർമ്മങ്ങളിലും പങ്കെടുത്ത ആളുകൾ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാൻ കൊണ്ട് നമ്മുടെ മുൻകടന്നു പോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم صل وسلم على نبينا محمد.